നമസ്കാരം. ലേറ്റ് എഡീഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. കേരള സ്റ്റോറി 2 റിലീസിനെതിരായ സ്റ്റേ തുടരും. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നിർമ്മാതാക്കൾ ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ അപ്പീലിൽ അടിയന്തരവാദം കേട്ടെങ്കിലും സ്റ്റേ നീക്കിയില്ല എന്ന വാർത്ത വരുന്നു. സിനിമ സംസാരിക്കുന്നത് സാമൂഹ്യ വിപത്തുകളെ കുറിച്ചാണെന്നും കേരളത്തെ അപമാനിക്കുന്നില്ലെന്നും നിർമ്മാതാക്കൾ വാദിക്കുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, ഏറ്റവും ഒടുവിൽ ഈ നിർമ്മാതാക്കൾ നൽകിയ അപ്പീലിൽ എന്താണ് കോടതി എടുത്തിരിക്കുന്ന നിലപാട്? നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വാദം പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ ഓർഡർ വരാനുള്ള സാധ്യതയാണുള്ളത്. ഇതിൽ സ്റ്റേ നീക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് തീരുമാനമെടുക്കേണ്ടത്. സ്റ്റേ നീക്കണം എന്നുള്ള ആവശ്യപ്പെട്ടാണ് നിലവിൽ നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. 15 ദിവസത്തേക്കാണ് സിംഗിൾ ബെഞ്ച് കേരള സ്റ്റോറിയുടെ സ്റ്റേ റിലീസ് സ്റ്റേ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് സുപ്രീം കോടതിയുടെ നടപടികൾക്ക് വിരുദ്ധമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരാണെന്നും അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് നിർമ്മാതാക്കൾ വീണ്ടും അപ്പീൽ നൽകിയത്. 7:30 ഇന്ന് അപ്പീൽ പരിഗണിച്ചു. ഏകദേശം 10 മണിവരെ വാദം നീണ്ടു. ഹർജിക്കാരും അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളും CBFC ഇന്ന് കോടതിയിൽ വാദമുഖങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും വാദങ്ങൾ കേട്ടു. അതിനുശേഷം സുശ്രുത് ധർമാധികാരി അധ്യക്ഷനായ ബെഞ്ച് ഇതിലൊരു തീരുമാനം എടുക്കും. വിധി പറയാൻ മാറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് രാത്രി അപ്ലോഡ് ചെയ്യുകയോ അതല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടി വിധി വരാനുള്ള സാധ്യതയാണുള്ളത്. സിനിമ നാളെ തന്നെ റിലീസ് ചെയ്യണം എന്ന നിലപാടിലാണ് നിർമ്മാതാക്കൾ ഉള്ളത്. പ്രത്യേകിച്ച് 1500ഓളം ഇന്ത്യക്കകത്തും അതോടൊപ്പം തന്നെ 334 തിയേറ്ററുകൾ ഇന്ത്യക്ക് പുറത്തും ഈ സിനിമ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. സിനിമ നാളെ റിലീസ് ചെയ്യില്ലെങ്കിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നാണ് നിർമ്മാതാവ് പറഞ്ഞത്. ഒപ്പം മതസൗഹാർദ്ദത്തിന് ഭീഷണിയാണ് എന്ന സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണവും നിർമ്മാതാക്കൾ എതിർത്തു. പ്രത്യേകിച്ച് ഇത് ഒരു മതവിഭാഗത്തിലെ ചെറിയൊരു ആളുകൾ മാത്രമാണ് സാമൂഹ്യ സിനിമ ചെയ്യുന്നത്. അത് തുറന്നു കാണിക്കുക മാത്രമാണ് സിനിമ ചെയ്തത്. അതെങ്ങനെയാണ് മതസൗഹാർദ്ദം തകർക്കുന്നത് എന്ന ചോദ്യം നിർമ്മാതാക്കൾ കോടതിയിൽ ഉന്നയിച്ചു. ഹർജിക്കാരാകട്ടെ അവർ നേരത്തെ പറഞ്ഞ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ സിനിമ റിലീസ് ചെയ്താൽ കേരളത്തിന്റെ അന്തസ്സത്തെ ഉയർത്തിക്കാണിക്കുന്ന ഒന്നാണ്. ഇത് കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ വെല്ലുവിളിക്കുന്ന ചിത്രം ആണ് ഇതിന്റെ ഇതിവൃത്തമൊക്കെ എന്നുള്ള കാര്യങ്ങളാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. CBFC സിനിമ റിലീസ് ചെയ്യട്ടെ എന്ന നിലപാടിൽ തന്നെയാണ് അവരുള്ളത്. എല്ലാവരുടെയും വാദം വിശദമായി കേട്ടിട്ടുണ്ട്. ഇനി ഇതിൽ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കോടതിയാണ്. സ്റ്റേ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ ഇന്ന് രാത്രിയോടുകൂടിയോ അല്ലെങ്കിൽ നാളെ പുലർച്ചയോടുകൂടിയോ ഓർഡർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിഷ്ണു, ഇതിലിപ്പോൾ നിർമ്മാതാക്കൾ ഒരു ആശങ്കയിലാണെന്നറിയാം. കാരണം നാളെ ഇപ്പോൾ നേരത്തെ റിലീസ് നിശ്ചയിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട കോടതി നേരത്തെ സിംഗിൾ ബെഞ്ച് ഒരു തീരുമാനം എടുത്തിട്ടുമുണ്ട്. അതിലാണ് ഈ അപ്പീലുള്ളത്. ഈ അപ്പീലിലെ വിധി വരുന്നത് വരെ ഇതിലിപ്പോൾ എന്ത് നിലപാടിലേക്ക് പോകണം, അതിപ്പോൾ നാളെ പല ഇടങ്ങളിലെ പല തിയേറ്ററുകളിലായി ഒക്കെ റിലീസ് പറഞ്ഞതുമാണ്. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടോ? പ്രജിൻ, ഈ സിനിമകളുടെ പ്രിന്റ് തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വരാറുള്ളത് ഒന്ന് സിനിമാ പ്രവർത്തകരും മറ്റു വശത്ത് സെൻസർ ബോർഡുമായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സെൻസർ ബോർഡും ഇതിന് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചതാണ്. സ്വാഭാവികമായി അതിന്റെ പ്രിന്റുകൾ നാളെ റിലീസിനുള്ളത് കൊണ്ട് തന്നെ ഇന്നലെയും ഇന്നും ഒക്കെയായി തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കോടതിയിൽ നിന്ന് എന്താണോ വിധി വരുന്നത് അതിപ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ പ്രദർശിപ്പിക്കും. സ്റ്റേ ഇല്ല എങ്കിൽ അത് പ്രദർശിപ്പിക്കാൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് ബാക്കി തുടർ നടപടികൾക്ക് ശേഷം മാത്രമേ ഇതിലൊരു തീരുമാനം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് വിധിയാണ് ഇതിൽ ഏറ്റവും അപ്പീൽമേൽ കോടതി സ്വീകരിക്കുന്ന നിലപാടാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഒരുപക്ഷെ നാളെ എത്ര മണിക്കാണോ ഇത് വിധി വരുന്നത് അതുവരെ കാത്തിരിക്കേണ്ടി വരും. എന്താണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നാളെ 12 മണിക്കാണ് വിധി വരുന്നതെങ്കിൽ അത് ഒരുപക്ഷെ നിർമ്മാതാക്കൾക്ക് അനുകൂലമാണെങ്കിൽ 12 മണിക്ക് ശേഷം സിനിമ റിലീസ് ചെയ്യാം. അതല്ല എങ്കിൽ നിർമ്മാതാക്കൾക്ക് തിരിച്ചടിയാണെങ്കിൽ സിനിമയുടെ റിലീസ് ഉണ്ടാകില്ല. പ്രജിത്, വ്യക്തമാണ്. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. നിർമ്മാതാക്കളുടെ അപ്പീലിലെ വാദം പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ വിധി പറയാൻ മാറ്റിയതുകൊണ്ട് തന്നെ അതിലെന്താണ് കോടതി ഇനി അന്തിമമായി തീരുമാനമെടുക്കുന്നത് എന്നത് നിർണായകമാണ്. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. മറ്റൊരു വാർത്തയിലേക്ക്. 2020 ലോകകപ്പിൽ സിംബാബ്വേക്കെതിരെ ഇന്ത്യക്ക് തകർപ്പൻ ജയം. സിംബാബ്വെയെ 72 റൺസിന് തകർത്ത് ഇന്ത്യ സെമി സാധ്യത നിലനിർത്തി. ഞായറാഴ്ചത്തെ പോരിൽ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചാൽ ഇന്ത്യക്ക് സെമിയിലെത്താം. 2ാം തോൽവിയോടെ സിംബാബ്വെ ലോകകപ്പിൽ നിന്നും പുറത്താവുകയും ചെയ്തു. ചെപ്പോക്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അനിൽ, ഒരു പടി കൂടി മുന്നോട്ട് പോകുന്നു ഇന്ത്യ. ഒരു വമ്പൻ ജയം തന്നെ വേണമായിരുന്നു ഇന്ത്യക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ. ആ രീതിയിലുള്ള ഒരു മാർജിൻ
ഈ സിംബാബ്വെക്കെതിരെയുള്ള ജയത്തിലൂടെ ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇനിയുള്ള ഇന്ത്യൻ സാധ്യതകൾ എന്താണ്? വിവരങ്ങൾ. പറഞ്ഞത് തന്നെയാണ് പ്രജിൻ. കാരണം കഴിഞ്ഞ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയോട് ഏറ്റ കനത്ത തോൽവി ഇന്ത്യൻ ടീമിന് വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കിയിരുന്നു. വലിയ തരത്തിൽ തലവേദനയായിരുന്നു. ഒരുപക്ഷെ നെറ്റ് റൺ റേറ്റിലൊക്കെ തന്നെ താഴെ പോയ ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിജയം തന്നെ വേണമായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ. അത് തന്നെ ചെപ്പോക്കിൽ കാണാനും സാധിച്ചു. 256 റൺസ് അടിച്ച ഇന്ത്യ അപ്പോൾ തന്നെ പകുതി കളി കയ്യിലെത്തി എന്ന തരത്തിൽ തന്നെയായിരുന്നു. ബൗളിംഗിലേക്ക് വന്നപ്പോഴും ഇന്ത്യൻ ബൗളർമാർ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തി സിംബാബ്വെയെ പിടിച്ചു കെട്ടുകയും ചെയ്തു. എന്തായാലും നിലവിലെ ലോക ചാമ്പ്യന്മാർ കുട്ടി ക്രിക്കറ്റിലെ 1-ാം നമ്പർ ടീം അവരുടെയൊക്കെ തന്നെ വലിയൊരു അപ്രമാദിത്വത്തിനാണ് കഴിഞ്ഞ മത്സരത്തിലെ തോൽവിയോടുകൂടി അവസാനമായത്. അതിൽ നിന്ന് വീണ്ടും കോൺഫിഡൻസ് വീണ്ടെടുക്കാൻ ഇന്ത്യക്ക് ഇങ്ങനെയൊരു ജയം അനിവാര്യമായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 256 റൺസാണ് നേടിയത്. അതായത് 2020 ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ രണ്ടാമത്തെ ഉയർന്ന സ്കോറാണ്. അതിനെ സഹായിച്ചത് തുടക്കമിട്ടത് നമ്മുടെ മലയാളി താരം സഞ്ജു സാംസൺ ഒരു ഗംഭീര തുടക്കം തന്നെയാണ് നൽകിയത്. 15 പന്തിൽ 22 റൺസുമായി. പിന്നീട് വന്നവരും നിന്നവരും പോയവരും എല്ലാം തകർത്തടിക്കുന്ന കാഴ്ചയാണ് ചെപ്പോക്കിലെ പുതിയ ഗ്രൗണ്ടിൽ കണ്ടത്. അതായത് ആദ്യം അഭിഷേക് ശർമ്മ 55 റൺസ് എടുത്തു. അദ്ദേഹത്തിൻ്റെ മോശം ഫോമും 0-ന് പുറത്താകലും ഒക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് അഭിഷേക് 55 റൺസ് എടുത്തു. അതിന് ഒരുപക്ഷെ സഞ്ജു സാംസണോടായിരിക്കും നന്ദി പറയേണ്ടത്. സഞ്ജു മികച്ച തുടക്കം നൽകിയതോടുകൂടി അഭിഷേകിന് താളം കണ്ടെത്താൻ കൃത്യമായി സമയം കിട്ടി. അതുപോലെ തന്നെ പിന്നാലെ വന്ന ഇഷാൻ കിഷനും സൂര്യകുമാർ യാദവും ഒക്കെ തന്നെ നന്നായി തകർത്തടിച്ചതോടുകൂടി ഹാർദിക് പാണ്ഡ്യയുടെ ഒരു വെട്ടിക്കെട്ട് പ്രകടനം കൂടി ആയതോടുകൂടി തിലക് വർമ്മയും ഫോമിലേക്ക് ഉയരുന്ന കാഴ്ച കണ്ടു. അങ്ങനെ 256 എന്ന റെക്കോർഡ് സ്കോറിലേക്ക് ഇന്ത്യ എത്തുകയും മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ സിംബാബ്വെൻ നിരയിൽ ബ്രയാൻ ബെന്നറ്റിന്റെ ഒറ്റയാൾ പോരാട്ടം മതിയായിരുന്നില്ല. ബ്രയാൻ ബെന്നറ്റ് 90 റൺസിലധികം നേടിയെങ്കിൽ പോലും കൂട്ടിന് ഒരാളില്ലാത്തിരുന്നത് വലിയ തിരിച്ചടിയായി. അല്പമെങ്കിലും പൊരുതി നിന്നത് ക്യാപ്റ്റൻ സിക്കന്ദർ റാസ മാത്രമാണ്. പക്ഷേ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് എടുത്തുകൊണ്ട് ഇന്ത്യൻ ബൗളർമാർ കളി പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഹർഷദീപ് സിംഗ് 3 വിക്കറ്റ് എടുത്തപ്പോൾ അക്സർ പട്ടേലും വരുൺ ചക്രവർത്തിയും ശിവൻ ദുബെയും ഓരോ വിക്കറ്റും വീഴ്ത്തി. ഇതോടുകൂടി ഇന്ത്യ സെമി സാധ്യത വീണ്ടും നിലനിർത്തിയിരിക്കുകയാണ്. ഈ ഗ്രൂപ്പിൽ നിന്ന് ദക്ഷിണാഫ്രിക്ക 2 മത്സരങ്ങളിൽ ജയിച്ച സെമിയിലേക്ക് മുന്നേറി കഴിഞ്ഞിട്ടുണ്ട്. സിംബാബ്വെ പുറത്താവുകയും ചെയ്തു. ഇനി ശേഷിക്കുന്ന ഒരു സ്പോട്ട് അത് ഒരു ഡു ഓർ ഡൈ മാച്ചായി മാറിയിരിക്കുകയാണ്. കാരണം ഞായറാഴ്ച നടക്കുന്ന ഈ മത്സരത്തിൽ, കൊൽക്കത്തയിൽ നടക്കുന്ന ഈ മത്സരത്തിൽ ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ ഒരു വിർച്വൽ നോക്കൌട്ട് ക്വാർട്ടർ ഫൈനൽ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഈ മത്സരത്തിൽ ആര് ജയിക്കുന്നോ അവരായിരിക്കും സെമിയിലേക്ക് മുന്നേറുക എന്നുള്ളത്. സമീപകാലത്ത് വെസ്റ്റ് ഇൻഡീസിനെതിരെയൊക്കെ തന്നെ ഇന്ത്യക്ക് മികച്ച റെക്കോർഡാണുള്ളത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ കിരീടം നിലനിർത്താനുള്ള പോരാട്ടത്തിലേക്ക് ഒരു പടി കൂടി അടുക്കുമെന്ന് നമുക്ക് കരുതാം. എന്തായാലും ഞായറാഴ്ചത്തെ മത്സരത്തിന് ഇറങ്ങും മുമ്പ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു ജയമാണ് ചെന്നൈ ചേപ്പോക്ക് സ്റ്റേഡിയത്തിൽ ഉണ്ടായിരിക്കുന്നത്. പ്രജൻ അനിൽ വാസുദേവാണ് ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും വിശദാംശം നൽകി. പാകിസ്ഥാന് കനത്ത തിരിച്ചടിയുമായി അഫ്ഗാനിസ്ഥാൻ. പാക് അഫ്ഗാൻ അതിർത്തിയിൽ കനത്ത സംഘർഷം. പാകിസ്ഥാൻ സൈന്യത്തിന്റെ 8 പോസ്റ്റുകൾ പിടിച്ചെടുത്തതായി താലിബാൻ അവകാശപ്പെടുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, ആ മേഖല അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബോർഡർ അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ രീതിയിൽ അശാന്തമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കുന്നു അഫ്ഗാനിസ്ഥാൻ എന്ന വിവരമാണ് ലഭിക്കുന്നത്. എന്താണ് ആ മേഖലയിലെ നിലവിലെ സാഹചര്യം? പ്രജിൻ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി മേഖല അശാന്തമായി തുടരുകയാണ്. പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് തുടർച്ചയായി വ്യോമാക്രമണം നടത്തിയിരുന്നു. അത് പാകിസ്ഥാനിൽ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ അഫ്ഗാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകരവാദികളാണ് എന്നും അതുകൊണ്ട് തന്നെ ഈ ഭീകരവാദ താവളങ്ങളാണ് തങ്ങൾ ആക്രമിച്ചത് എന്നുമാണ് പാകിസ്ഥാൻ ഇത് സംബന്ധിച്ച വിശദീകരണം നൽകിയത്. എന്നാൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് ജനവാസ മേഖലകൾക്ക് നേരെയാണ് എന്ന് അഫ്ഗാനിസ്ഥാൻ വ്യക്തമാക്കിയിരുന്നു. 17 പേർ, ഒരു കുടുംബത്തിലെ 17 പേർ ഉൾപ്പെടെ നിരവധി പേർ ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായും അഫ്ഗാനിസ്ഥാൻ അറിയിച്ചിരുന്നു. ഇതിന് കനത്ത തിരിച്ചടി നൽകാനുള്ള തീരുമാനത്തിലാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ന് വൈകിട്ട് പാകിസ്ഥാൻ അതിർത്തി മേഖലയിലേക്ക് പ്രത്യാക്രമണം ആരംഭിച്ചിരിക്കുന്നത്. 8 പാക് പോസ്റ്റുകൾ ഇതിനകം തന്നെ എടുത്തു കഴിഞ്ഞു എന്നാണ് താലിബാൻ ഭരണകൂടം അവകാശപ്പെടുന്നത്. നൻഗർഖാൻ, നൂറിസ്ഥാൻ, കുനാർ, ഖോസ്റ്റ്, പക്തിക തുടങ്ങിയ പ്രവിശ്യകളിലാണ് ഈ ഏറ്റുമുട്ടൽ തുടരുന്നത്. സാങ്കല്പിക ഡൂറൻ രേഖ ഈ അഫ്ഗാൻ പാക് അതിർത്തി മേഖലയിൽ ഇപ്പോഴും അതീവ സംഘർഷം തുടരുകയാണ്. പ്രധാനമായും കരസേന തന്നെയാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. ഇതൊരു തുടക്കം മാത്രം ആണ് എന്നാണ് ഖാലിദ് ബിൻ വാലിദ് കോക്സ്, ഈ കിഴക്കൻ മേഖലയുടെ ചുമതലയുള്ള അഫ്ഗാൻ സൈന്യം അറിയിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.
40,000 കോടിയുടെ വായ്പാ തട്ടിപ്പ് കേസിൽ അനിൽ അംബാനിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. 10 മണിക്കൂറാണ് ED ഇന്ന് അനിൽ അംബാനിയെ ചോദ്യം ചെയ്തത്. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരവിന്ദ്, ഈ 10 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ എന്തൊക്കെ വിവരങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചിട്ടുണ്ട് ED? ഒപ്പം തന്നെ മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ടോ? പ്രജൽ, ഇന്ന് രാവിലെ 10:30 അനിൽ അംബാനി ED ഓഫീസിൽ ഹാജരായത്. പിന്നാലെ 10 മണിക്കൂറോളമാണ് അനിൽ അംബാനിയെ ഈ 40,000 കോടിയുടെ വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED ചോദ്യം ചെയ്തത്. നേരത്തെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലും അനിൽ അംബാനിയെ ചോദ്യം ചെയ്തിരുന്നു. ഇതിന് 2ാം തവണയാണ് അനിൽ അംബാനി ഇന്ന് ഹാജരായിരിക്കുന്നത്. പ്രധാനമായും റിലയൻസ് പവർ, അതുപോലെ തന്നെ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ എന്നീ കമ്പനികളുടെ പേരിൽ വിവിധ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുകയും അത് വകമാറ്റി ചിലവഴിച്ചു എന്നതാണ് EDയുടെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അനിൽ അംബാനിയിൽ നിന്ന് ED ശേഖരിച്ചു എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ED ഉയർത്തിയ ആരോപണങ്ങളും തെളിവുകളും അനിൽ അംബാനി നിഷേധിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും വെള്ളിയാഴ്ച അനിൽ അംബാനി വീണ്ടും ആ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി ഇപ്പോൾ ED നിർദ്ദേശിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അനിൽ അംബാനിയുടെ മുംബൈയിലെ വസതി അടക്കം ED കണ്ടുകെട്ടിയിരുന്നു. 15,000 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇതിനോടൊപ്പം തന്നെ കണ്ടുകെട്ടിയിരുന്നു. അപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് ED വരും ദിവസങ്ങളിൽ കടക്കും. അതും സമയം തന്നെ തെളിവ് ശേഖരണവും അതുപോലെ തന്നെ ചോദ്യം ചെയ്യലും വരും ദിവസങ്ങളിലും തുടരുമെന്ന് തന്നെയാണ് ED ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വെള്ളിയാഴ്ച ഹാജരാകാൻ അനിൽ അംബാനിക്ക് വീണ്ടും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അനിൽ അംബാനിയുടെ ഭാര്യ ടീന അംബാനിയെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യുമെന്നതാണ് മനസ്സിലാകുന്നത്. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സ്കിൽ പഠനം നടത്തുന്നവർക്കായി GTech എഡ്യൂക്കേഷൻ നടത്തിവരുന്ന മൈ ക്രെഡിറ്റ്സ് കോഴ്സുകളുടെ പ്രഥമ ഓൺലൈൻ സ്കിൽ സർട്ടിഫിക്കറ്റ് വിതരണം കോഴിക്കോട് നടന്നു. വിദ്യാർത്ഥികളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ കോഴ്സുകളാണ് GTech നൽകി വരുന്നതെന്ന് ചെയർമാനും MDയുമായ മെഹറൂഫ് മണലോടി പറഞ്ഞു. മേധാവി സ്കിൽസ് യൂണിവേഴ്സിറ്റി ഡയറക്ടർ മുഹസിൻ തഹസിൽദാർ, മേധാവി സ്കിൽസ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ S സജീവ് കുമാറും മുഖ്യാതിഥികളായി. വിദ്യാർത്ഥികളിലേക്ക് എത്തുന്ന ഡിജി ലോക്കർ വെരിഫൈഡ് സർട്ടിഫിക്കേഷനുകൾക്ക് ഏറെ മൂല്യമുണ്ടെന്ന് GTech ചെയർമാൻ മെഹറൂഫ് മണലോടി വ്യക്തമാക്കി. JEE മെയിൻ സെഷൻ 1 പേപ്പർ 2 ആർക്കിടെക്ചർ ആൻഡ് B പ്ലാനിംഗ് ഫലം പ്രഖ്യാപിച്ചപ്പോൾ 100% സ്കോറോടെ ഇന്ത്യയിലെ ഒന്നാമനായി ആലപ്പുഴ ഹരിപ്പാട് സ്വദേശി ഗൗരി ശങ്കർ V. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 99.93%ലുമായി തൃശൂർ സ്വദേശിനി ഏഞ്ചലും ഫെബിനാണ് ഒന്നാമതെത്തിയത്. എഞ്ചിനീയറായ വിനോദ് കുമാർ ജിയുടെയും അധ്യാപികയായ രശ്മി രവീന്ദ്രന്റെയും മകനാണ് ഗൗരി ശങ്കർ V. മാന്നാനം KE സ്കൂളിലെ പഠനത്തോടൊപ്പം പാലാ ബ്രില്യന്റിൽ നിന്ന് നേടിയ പരിശീലനമാണ് ഈ വലിയ വിജയത്തിന് പിന്നിലെന്ന് ഗൗരിശങ്കർ പറയുന്നു. 100% സ്കോറോടെയാണ് ഗൗരിശങ്കറിന്റെ നേട്ടം. B പ്ലാനിംഗിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 99.93%ലോടെ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം നേടിയത് തൃശൂർ സ്വദേശിനി ഏഞ്ചൽ M ഫെബിനാണ്. തൃശൂർ ആളൂർ സ്വദേശി ഫെബിൻ MDയുടെയും അധ്യാപികയായ ഡീനായുടെയും മകളാണ് ഏഞ്ചൽ. തൃശൂർ ദേവമാതാ പബ്ലിക് സ്കൂളിൽ +2 പഠിക്കെ ബ്രില്യന്റിന്റെ പരിശീലനത്തിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചത്. വിദേശത്തു നിന്ന് പരീക്ഷ എഴുതിയവരിൽ B പ്ലാനിംഗിൽ ഒന്നാം സ്ഥാനം ലാസിം P ഹക്കീമിനാണ്. ബിആർക്ക് വിഭാഗത്തിൽ ലക്ഷദ്വീപ് സ്വദേശിനി ആദില CN 99.43%ലോടെ ST വിഭാഗത്തിൽ രാജ്യത്ത് ഒന്നാമതായി. ബിആർക്ക് ആൻഡ് B പ്ലാനിംഗിൽ 99.9% സ്കോറിന് മുകളിൽ ബ്രില്യന്റിലെ 8 വിദ്യാർത്ഥികൾ ഇടം പിടിച്ചു. 99% സ്കോറിന് മുകളിൽ 52 വിദ്യാർത്ഥികളും ബ്രില്യന്റിലൂടെ മികച്ച വിജയം സ്വന്തമാക്കി. രാജ്യത്തെ പ്രമുഖ സ്ഥാപനങ്ങളായ NITകളിലും സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറുകളിലും പ്രവേശനമുറപ്പിക്കാൻ ഈ വിജയം വിദ്യാർത്ഥികളെ സഹായിക്കും. ദേശീയതലത്തിൽ കേരളത്തിന്റെ അഭിമാനമുയർത്തിയ ബ്രില്യന്റ് വിദ്യാർത്ഥികളെ നിരവധി പേർ അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക് 24. രാജ്യത്തെ പ്രധാന NBFCകളിലൊന്നായ മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സ് പുനർനാമകരണം ചെയ്തു. ഇനി മുത്തൂറ്റ് എംകെഡ് ലിമിറ്റഡ് എന്ന പേരിലായിരിക്കും കമ്പനി അറിയപ്പെടുക. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 3 ത്രൈമാസങ്ങളിൽ രേഖപ്പെടുത്തിയത് 113.93 കോടി രൂപയുടെ ആകെ അറ്റാദായമാണ്. മൂന്നാം ത്രൈമാസത്തിൽ ആകെ 5494.58 കോടി രൂപയുടെ ആസ്തികൾ കൈകാര്യം ചെയ്തുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. സാമ്പത്തിക ഫലത്തിന്റെ എല്ലാ മേഖലകളിലും ശക്തമായ വളർച്ച കൈവരിക്കാനായെന്ന് കമ്പനി അറിയിച്ചു. ഭാവിയിലേക്കുള്ള സാമ്പത്തിക സേവനങ്ങൾക്കായുള്ള തയ്യാറെടുപ്പാണ് മുത്തൂറ്റ് എംകെഡിലേക്കുള്ള മാറ്റമെന്ന് മുത്തൂറ്റ് എംകെഡ് ലിമിറ്റഡ് MD മാത്യു മുത്തൂറ്റ് പറഞ്ഞു.
പ്രതിരോധമടക്കമുള്ള വിവിധ മേഖലകളിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും ഇസ്രായേലും വ്യാപാര കരാറിന് ഉടൻ അന്തിമ രൂപം നൽകാനും തീരുമാനമായി. ഭീകരവാദത്തിനെതിരെ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പോരാടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചർച്ചയ്ക്ക് പിന്നാലെയാണ് പ്രതിരോധം, സാങ്കേതികവിദ്യ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം ശക്തമാക്കാൻ തീരുമാനിച്ചത്. AI, സൈബർ സുരക്ഷ, കൃഷി, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരണത്തിന് ധാരണാപത്രം കൈമാറി. മോദിയുടേത് ഹ്രസ്വമെങ്കിലും അസാധാരണമാം വിധം ഗുണം ചെയ്ത സന്ദർശനമെന്ന് നെതന്യാഹു. The future belongs to those who innovate, and Israel and India are bent on innovation. We are proud ancient civilizations, very proud of our past, but absolutely determined to seize the future, and we can do it better together. ഭീകരവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന പ്രഖ്യാപനവും നരേന്ദ്രമോദി ഇസ്രയേലിൽ നടത്തി. भारत और इजराइल पूरी तरह से स्पष्ट है कि आतंकवाद का दुनिया में कोई स्थान नहीं है. किसी भी रूप में, किसी भी अभिव्यक्ति में आतंकवाद को स्वीकार नहीं किया जा सकता. അതേസമയം പ്രധാനമന്ത്രിയുടെ ഇസ്രയേൽ സന്ദർശനത്തിനെതിരെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ വിമർശനവും തുടരുകയാണ്. 24 ഡൽഹി. സർക്കാരിനെതിരെ തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് രംഗത്ത്. കഴിഞ്ഞ 10 വർഷമായി സർക്കാർ സിനിമാ മേഖലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഫിയോക് പ്രസിഡന്റ് കെ വിജയകുമാർ കുറ്റപ്പെടുത്തി. കേരളത്തിലെ സിനിമാ തിയേറ്ററുകൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും കെ വിജയകുമാർ 24നോട് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി സിനിമാ വ്യവസായത്തോട് സർക്കാർ ചെയ്യുന്നത് ക്രൂരത മാത്രമെന്നാണ് ഫിയോക്കിന്റെ വിമർശനം. സാംസ്കാരിക മന്ത്രി സജി ചെറിയാനുമായി നടത്തുന്ന ചർച്ച പ്രഹസനമെന്നും മന്ത്രി ഒരു കാതിൽ കൂടെ കേട്ട് മറുകാതിൽ കൂടെ പുറത്തു കളയുകയാണെന്നും ഫിയോക് പ്രസിഡന്റ് കെ വിജയകുമാർ. 6 മണിക്ക് ശേഷമുള്ള കറണ്ട് ചാർജിന്റെ വർധനവ് നമ്മളൊരു 10, 15 ഇല്ലെങ്കിൽ 20 പേരെ വെച്ച് ഒരു ഷോ ഓടിക്കാമെന്ന് വെച്ചാൽ തന്നെ ആ കിട്ടുന്ന കാശ് കറണ്ട് ചാർജിന് പോലും തികയാത്ത ഒരു അവസ്ഥയാവും. സത്യത്തിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ കയറിയതിനു ശേഷം കഴിഞ്ഞ 10 വർഷമായിട്ട് സിനിമാ മേഖലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് മലയാള സിനിമ കടന്നുപോകുന്നത്. ജനുവരി മുതൽ പല സിനിമകളിൽ നിന്നും സാമ്പത്തികമായി ഒരു നേട്ടവും ഉണ്ടായിട്ടില്ലെന്നും കെ വിജയകുമാർ 24നോട് പറഞ്ഞു. തിയേറ്ററുകൾ ഇപ്പോൾ തന്നെ 100% പൂട്ടിയ അവസ്ഥയിലാണെന്നും പ്രൊജക്ടറുകൾ കേടാകാതിരിക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിപ്പിക്കുകയാണെന്നും തിയേറ്റർ ഉടമകൾ പറയുന്നു. 24 കൊച്ചി. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിൽക്കെ ഉടൻ ആണവ കരാറിലേക്ക് എത്തുമെന്ന പ്രതികരണവുമായി ഇറാൻ. ജനീവയിൽ ഇറാൻ അമേരിക്ക ആണവ ചർച്ചകൾക്കിടെയാണ് ഇറാൻ പരമോന്നത നേതാവിന്റെ ഉപദേഷ്ടാവിന്റെ പ്രതികരണം. ഇതിനിടെ അമേരിക്കയുടെ 2ാം യുദ്ധക്കപ്പൽ USS ജെറാൾഡ് ആഫോർഡ് പശ്ചിമേഷ്യയിലേക്ക് അടുത്തു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള 3ാം ഘട്ട ആണവ ചർച്ചയ്ക്കാണ് ഒമാന്റെ മധ്യസ്ഥതയിൽ ഇന്ന് ജനീവയിൽ തുടക്കമായത്. ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിക്കും പുറമെ രാജ്യാന്തര അറ്റോമിക് എനർജി ഏജൻസി മേധാവി റാഫേൽ ഗ്രോസിയും 3ാം ഘട്ട ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. That threaten the United States and our bases in the region and our partners in the region and all of our bases in the UAE, Qatar, in Bahrain, and they also possess naval assets that threaten shipping and try to threaten the U.S. Navy. So I want everyone to understand that beyond just the nuclear program, they possess these conventional weapons that are solely designed to attack America and attack Americans if they so choose to do so. അതിനിടെ അമേരിക്കയുമായുള്ള ആണവ കരാർ ഉടൻ സാധ്യമാകുമെന്ന് വ്യക്തമാക്കി ഇറാൻ രംഗത്തെത്തി. പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ മുഖ്യ ഉപദേഷ്ടാവ് അലി ഷംഖാനിയാണ് കരാർ ഉടൻ സാധ്യമാകുമെന്ന് അറിയിച്ചത്. ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് തടയുകയാണ് ലക്ഷ്യമെങ്കിൽ ഉടൻ കരാറിലെത്താൻ ഇറാൻ സാധിക്കുമെന്നും അലി ഷംഖാനി അറിയിച്ചു. ആണവ കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്നാണ് അമേരിക്കയുടെ ഭീഷണി. അതേസമയം അമേരിക്കയുടെ 2ാം യുദ്ധക്കപ്പൽ USS ജെറാൾഡ് ഫോർട്ട് ഗ്രീസ് പിന്നിട്ട് പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുകയാണ്. 2023 ഇറാഖ് അധിനിവേശത്തിന് ശേഷം പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ സൈനിക വിന്യാസമാണ് അമേരിക്ക മേഖലയിൽ നടത്തുന്നത്. അമേരിക്ക ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. റിസർച്ച് ഡെസ്ക് 24. പാലക്കാട് മണപ്പുള്ളിക്കാവ് ക്ഷേത്രോത്സവത്തിനിടെ ആന വിരണ്ടോടിയത് പരിഭ്രാന്തി പരത്തി. കോട്ടമൈതാനത്ത് നിന്നും ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളത്ത് നടക്കുമ്പോൾ രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. ഹൈഡ്രജൻ ബലൂണിൽ തീ പടർന്ന് പൊട്ടിയ ശബ്ദം കേട്ടാണ് ആന വിരണ്ടോടിയത്. ലക്ഷ്മി ആശുപത്രിക്ക് സമീപത്ത് വെച്ചാണ് ആന മറ്റൊരു വഴിയിലൂടെ ഓടിയത്. ഒരു സ്കൂട്ടറിന് കേടുപാട് വരുത്തിയിട്ടുണ്ട്. ആർക്കും പരുക്കില്ല.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.